പുഷ്പങ്ങളുണ്ടേ സ്തോത്രം പാടി ബാല യേശുവിൻ നാമത്തിൽ സിംഹാസനം ചുറ്റാൻ കാണും സുന്ദരമന്ദേ യേശുവിൻ നൽകേടേ ശോഭമന്ദിരവേഗം തന്നെ ഞാൻ കാണും ശോഭസിംഹാസനമേ അന്നു നിന്നെ ഞാൻ ശോഭമന്ദിരമേ. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ക്ഷേമമെൻ ദേഹിക്കൂ ആദരേശോ എന്നാത്മാവിനാൽ ചിന്തേരത്തം ക്ഷേമമെൻ ദേഹിക്കൂ ക്ഷേമം താൻ ക്ഷേമമെൻ ദേഹിക്കൂ അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഭാഗമാകിലും യേശുനാഥനെ പോയി ഭയമെല്ലാം തൻ കൈവിടാ സന്ദേഹം ഇല്ലാതിനൊട്ടും പോയി ഭയമെല്ലാം യേശുദയിൽ മാസ്വരം താൻ മാറിലെ ക്ഷേമം തൂദസ്വരം വീശുന്നു തേജസ്കരയോടെ പാളുങ്കു കാണുമേൽ ഇമ്പഗിതമോടെ യേശുകയിൽ മൗനം ദുഃഖം നീങ്ങി സ്ഥാനം നല്ലോറപ്പൂ ശാന്തിയിൽ ഞാൻ നിൽക്കട്ടെ രാത്രി കഴിയോളം പ്രഭാത ശോഭസോണ തീരത്തുപോളം ചിന്തിക്കമേ തോഴരേ
യാത്ര പാടിയവർ മേലുള്ള മുന്നേരം ചിന്തിച്ചിടുക മേലുള്ള ശീഘ്രം മേലുള്ള രക്ഷകനെ നാം ചിന്തിക്കാം. അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം പ്രസംഗിക്കുന്നു, ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ കുഞ്ഞപ്പച്ചൻ്റെ വേർപാടിൻ്റെ ഈ വേളയിൽ ആയിരിക്കുന്ന മാസി ജോൺസൺ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ദൈവഗീത പ്രകാരം മുന്നോട്ട് പോകണമെന്നൊക്കെയും എന്നോട് പല വിധത്തിൽ നല്ല നല്ല ഉപദേശങ്ങൾ തരികയുണ്ടായിട്ടുണ്ട്. പ്രിയ അപ്പച്ചനെ ഓർക്കുന്നു. അപ്പച്ചൻ മരണപ്പെട്ടുവെങ്കിലും ഇതുപോലെ ഒരു ദിവസം നമുക്കും ഇതുപോലെ ഉണ്ട് എന്നുള്ള വിശ്വാസം എല്ലാവർക്കും വേണം. പാവവും ദുഃഖവും വേദനയും ഇല്ലാത്ത നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവിൻ്റെ രക്തം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നമ്മളെ അവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ആമേൻ. മറ്റ് ആഭ്യന്തര പ്രകാരം വെച്ച് അറിയുന്നു. കൂടാതെ റീത്ത് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും മുമ്പോട്ട് പോകുന്ന റീത്ത് സമർപ്പിക്കാവുന്നതാണ്. അനുദിനം എനിക്കു എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ സുരക്ഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും യഥാകാലം വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ ഈ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സുവിശേഷിക്കുന്നു നിങ്ങൾ ഓർപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏറ്റവും കേൾക്കാവുന്ന പിന്നെ പദ്ധതികൾക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ദേശത്ത് തന്നെ നമ്മൾ ആദ്യമായി രക്ഷിക്കുന്നല്ലോ. അനന്തരം അവൻ അന്യോറിയും സഹോദരന്മാർക്കെല്ലാം പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരും പ്രാപിച്ചിരിക്കുന്നു. അനന്തരം യാക്കോബിനും പെന്തക്കോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്പശ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. പെന്തക്കോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. വിശ്വാസിയായോ ഭാഗ്യം സ്വഭാവം ആരാലും വർണ്ണിച്ചു കൂടായേലും ആത്മോമേ നാസ്തി. സുഭാരത്തൽ കഷ്ടത്തിലും ശത്രുക്കളെ ഓടിപ്പാരും സഹായത്തിൽ എന്നോട്ടോടും ഇല്ലെന്നാലീ കൃപാസനം.
ഭൂപ്രതാപത്തിൽഘടകം പരീക്ഷ ചുറ്റും വന്നേട് പ്രാർത്ഥിക്കാതെ നാമത്തിൽ രത്നപേർന്നിൻ ഭൂപ്രത്യാശ സൗഭാഗ്യം രത്നപേർന്നിൻ ഭൂപ്രത്യാശ സൗഭാഗ്യം എത്ര മൂല്യനാമം യേശു ചിത്തേ മോദം നിറയ്ക്കും നമ്മെ താൻ ശ്ലേഷിക്കുമ്പോൾ നമ്മോടെ നാവും പാടും രത്നപ്പേ നമ്മുടെ യാത്രാ കുമ്പിട്ട് സുപാദത്തിൽ രാജരജനെ തന്നെ ധാരിക്കും കിരീടം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും ദേഷ്യപ്പെട്ടു കാരണം ജീവൻ വ്യാപിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എഴുതിയിരിക്കുന്ന പക്ഷിയോട് കൂടെ ഒപ്പിച്ച് നിങ്ങളോട് കൂടെ നന്മയ്ക്കായി സ്തോത്രമർപ്പിക്കേണ്ടതിന് സകലവും നിങ്ങളിൽ മുട്ടുമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടാതെ ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമെങ്കിലും ഞങ്ങളുടെ അടിമകളും ആൾക്കും അനവധിയായി ടെൻസിന്റെ നീതികരണങ്ങൾക്ക് പ്രത്യേകമാകുന്നു. കാണുന്നതിനെ അല്ല കാണാതെ സംശയം ഭയവും നീങ്ങി സുഖമാണയും സ്വാതന്ത്ര്യമോദാവും യേശുകയിൽ ആശ്രയം തന്മാവിലൻ ക്ഷേമം തൻ സ്നേഹത്താണാലും ദേഹിമേവം സ്വസ്ഥം നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വെള്ളെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സങ്കീർത്തനം വായിക്കാം, തുടർന്ന് വേദഭാഗം വായിച്ചു കേൾക്കുകയും ചെയ്യാം. സങ്കീർത്തനം 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകത്യങ്ങൾ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശുദ്ധനായി ദൈവത്തിന്റെ ആശീർവാദം കൈക്കൊള്ളും.
കർത്താവ് ജീവനോടിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തന്നെ സകലദാസർക്കും നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇപ്പോൾ താമസിച്ചു വന്ന ആളുകൾക്ക് പോലീസ് അധികാരികൾ അടുത്തിരിക്കുന്നു. അവരെ പുകഴ്ത്തി സമർപ്പിച്ച് പ്രത്യേകിച്ചുള്ള ആദരവ് അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നന്ദി സ്നേഹവും ഈ സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായ സംഘം സമയമാമൃതത്തിൽ ആരംഭിക്കുന്ന ഗാനിച്ചാർന്ന് പാടും. ആ സമയത്ത് ഇനി കാണേണ്ട ആളുകളുണ്ടെങ്കിലും അത് കാണാനും എഴുത്ത് സമർപ്പിക്കാൻ ആവശ്യമുണ്ട്. തുടർന്ന് കുടുംബാംഗങ്ങൾ അന്ത്യ ചുമരം നൽകി പിതാവിനെ യാത്ര അയക്കാവുന്നതാണ്. മറ്റു ആഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികൾക്കും അന്ത്യ ചുമരം നൽകി പിതാവിനെ യാത്ര അയക്കാവുന്നതാണ്. യാത്ര ചെയ്താണ്ട് ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളും പോയാണ്ട് ഒടുവിൽ ദൃശ്യമായിട്ടുള്ള ആംബുലൻസ് ശുശ്രൂഷകർ എന്ന നിലയിൽ പള്ളിയിലേക്ക് യാത്ര ചെയ്തതാണ്. കാലാവസ്ഥ പ്രശ്നമില്ലാതെ പള്ളിയിൽ എത്ര വേഗത്തിൽ ചെയ്യുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട രണ്ട് ആളുകൾ റോഡിൽ പോയി റോഡിൻ്റെ ട്രാഫിക്കിൽ അവർക്ക് ഇൻഡിക്കേഷൻ കൊടുത്താൽ അവർക്ക് സ്മൂത്തായിട്ട് റോഡ് ക്രോസ് ചെയ്യാനും പോകാനുള്ള വഴികൾ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പള്ളിയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾ ദയവായി പള്ളിയിലേക്ക് യാത്ര ചെയ്താട്ട് നമുക്ക് സ്ഥലപരിമിതി കുറഞ്ഞ റോഡാകുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പോകാൻ സാധിക്കുമല്ലോ. ദയവായി സഹകരിച്ചാട്ട് വാഹനമുള്ള ആളുകൾ ഇപ്പോഴേ യാത്ര ചെയ്താട്ട് മറ്റുള്ള ആളുകൾ ദയവായി സഹകരിച്ചാട്ട് മാത്രം
പ്രാർത്ഥിച്ചു മതി കഴിഞ്ഞ വ്യക്തിപരമായി ശരീരം ആ പരിശീലിക്കാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ തേടുവാൻ ജഗത്തിൽ സുഖം ഇപ്പോഴല്ല സമയം തേടുവാൻ ജഗത്തിൽ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തമായിട്ട് വഞ്ചിതം ദൈവമോഹം കണ്ടിരാത്രേ വഞ്ചിതം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ്റെ ദത്തിൻ്റെ അത്യാവശ്യം കുടുംബക്കാരെ അപ്പോഴും എൻ്റെ ദത്തിൻ്റെ ചക്രമോടുന്നു ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സമയമാം വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സമയമാം വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി
ലഭിക്കും. ഇറങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖിതരെയും ആശ്രയിക്കുവാനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഴ്ത്തപ്പെട്ടുനായി യേശുമിശിഹായുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു. മറ്റുകാലത്ത് കൂട്ടായ്മയും നിരന്തരമായ ദൈവ സാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങളുടെ അവർക്ക് നൽകണമേ. എന്റെ മഹത്തോടെ പുനരുത്ഥാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്ത ഞങ്ങളുടെ രക്ഷാവും കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമമോ മാന്യമോ മാറ്റമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസനകളിലേക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ശക്തന്മാരെ ആരാധിക്കുന്ന പോലെ ഞങ്ങളും അങ്ങയെ ആരാധിക്കേണ്ടതിനും അവർ അങ്ങയിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കേണ്ടതിനും അവർ അങ്ങയിൽ സന്തോഷിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങയിൽ സന്തോഷിക്കേണ്ടതിനും അവർ അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കേണ്ടതിനും അവരുള്ളാതെ മനോഭാവം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, എണ്ണമില്ലാത്ത ബാലാഖമാരോടും വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നിന്മാന്മാരുടെ ആത്മാവോടും കൂടെ നീ ഞങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയെ ഞങ്ങളുടെ ആഴമായത് നിന്റെ വിശുദ്ധ കൂട്ടായ്മയിൽ ഞങ്ങൾ നിലനിൽക്കുവാനും വിദ്യാർത്ഥികളുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗീയ സമാധാനവും ധൈര്യവും അനുഭവിക്കുവാനും ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഭൂമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിലെ ഹൃദയത്തിന് കൂടി പിടിച്ചു. എൻ്റെ നെഞ്ചിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിന് പിന്നാലിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 ദൈവങ്ങളുണ്ട്. കഴിഞ്ഞ 54 വർഷക്കാലം ഈ ലോകത്തിൽ തന്നെ ജീവിതം നിർവഹിച്ച് വിശ്വാസത്തിൽ അതിനെ പൂർത്തീകരിച്ച് ദൈവസനത്തിൽ പ്രവേശിച്ച പുത്തൻ വീട്ടിൽ ടി.ഐ. ഐസക്, എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുഞ്ഞേം എന്ന ഒരു പിതാവിൻ്റെ ജീവിതത്തെയും സേവനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അച്ഛന്മാരെ, നമ്മുടെ ബക്കഡയിൽ ഇടവകയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഇന്ന് ഈ ഭൂമിയിലെ ജീവിതം മതിയാക്കി താനും പ്രത്യാശ വെച്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഭൗതിക ശരീരത്തിന് അന്തിമ ഉപകാരം അർപ്പിക്കുവാനും ഏറെ പ്രത്യാശയോടെ യാത്ര ചെയ്യുവാനും നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഓർക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സമീപത്തെ സുവിശേഷാലയത്തിൽ താമസിക്കുന്ന ആ കാലഘട്ടം തൊട്ടാണ് പ്രിയജനങ്ങളുമായിട്ടുള്ള പരിചയം, സഭയുമായിട്ടുള്ള ആ ബന്ധത്തിൽ
നമ്മുടെ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ ഭരണസമിതിയിൽ വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. Mrs. Dali Francis Kochimikil. സമർപ്പിക്കുന്ന ആളുകൾ അനുശോചനം പോലെ ആളുകൾ അവർ പേര് വെസ്റ്റ് നൽകാതെ നമുക്ക് ചെയ്യുന്ന വെസ്റ്റ് കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്ത്യൻസിന്റെ ധന്യവാദ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കുടുംബാംഗവും കമ്മിറ്റികളുമായ സാറിന്റെ ധന്യമായ ജീവിതത്തിനായ ദൈവത്തിന് നന്ദി അറിയിച്ചു. യേശുദാ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. മരണത്തിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ചുള്ള വലിയ ഉറപ്പ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ആ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ മുന്നോട്ട് ജീവിപ്പാതിയ കുടുംബങ്ങളെ ശക്തിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അഭിനയാസനസ്ഥിതി ഉപയോഗത്തിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു. ഏറ്റവും കുടുംബാംഗങ്ങളുള്ള ബാബുസാറിൻ്റെ കുടുംബത്തിലെ കുടുംബാംഗ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബാബുസാറിൻ്റെ കുടുംബാംഗമാണ്. അനേക കുടുംബാംഗങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും ആദരണീയമായ വീരപുരപ്പെട്ടക്കാരൻ ആക്സിജോൺ അച്ഛൻ ഉൾപ്പെടെ എഴുതിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന വീട്ടിൽ കുടുംബാംഗങ്ങളെ പ്രിയമുള്ളവരെ, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബന്ധമാണ് ഈ പ്രിയ പിതാവും ഞാനുമായിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയ സഹോദരി എമിയെ അവിടെ വിവാഹം ചെയ്ത് അഴിച്ചതിന് ശേഷമാണ് ഇതൻ വീട്ടിൽ കുടുംബവുമായി ഞങ്ങൾക്കൊരു ബന്ധം. കണ്ട നാൾ മുതൽ ഈ പിതാവിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പരിചയിക്കേണ്ട ചില നല്ല ശീലങ്ങളുണ്ടായി. മക്കളും കൊച്ചുമക്കളും മരുമക്കളുമൊക്കെയായി മക്കളും മരുമക്കളുമൊക്കെ ജോലിയിലായിരിക്കുന്ന സമയങ്ങളിൽ പോലും, പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെയോ
അല്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങളിലുമൊക്കെ ആ കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേരുകയും പരസ്പരം സന്തോഷവും സഹകരണവും സ്നേഹവും നിലനിർത്തുകയും പോയിരുന്ന ഒരു കുടുംബമായിരുന്നു പുത്തൻവീട്ടിൽ കുടുംബം. ഇപ്പോൾ പി.ഡി. ജോസഫ് അച്ഛൻ ഉണ്ടാകട്ടെ. ഇടവക ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനമുള്ള മാക്സിം ജോണച്ചൻ, ബഹുമാനമുള്ള പി.എസ്. സുഭാഷനച്ചൻ, മൂവാറ്റുപുഴ ഇടവക വികാരി മാമനച്ചൻ, ഇവിടെയായിരിക്കുന്നതായ ദൈവ മക്കളെ, പുഴ കുഞ്ഞേറ്റത്തിൻ്റെ കഴിയുന്നതായ മക്കള്, കൊച്ചുമക്കള്, പ്രിയപ്പെട്ട ഏവരുമേ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. തുടർന്ന് മേഖലയിൽ സൺഡേ സ്കൂൾ മുമ്പോട്ട് വന്ന് അവയ്ക്ക് സമർപ്പിച്ച് ആദരവ് അർപ്പിക്കുന്നു. തുടർന്ന് മേഖലയിൽ ചർച്ച് കോയർ മുമ്പോട്ട് വന്ന് കടന്നു വന്ന് അവയ്ക്ക് സമർപ്പിക്കുന്നതാണ്. തുടർന്ന് മേഖലയിൽ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുമ്പോട്ട് കടന്നു വന്ന് അവയ്ക്ക് സമർപ്പിച്ച് ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. തുടർന്ന് മേഖലയിൽ ചർച്ച് കമ്മിറ്റി മുമ്പോട്ട് കടന്നു വന്ന് അനുശോചന വാക്കുകൾ അറിയിക്കുകയും ദൈവനാമത്തിന് മഹത്വം നൽകട്ടെ. ലോകജ്ഞാനൻ ഓട്ടം തിരിച്ചു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, അത് പാട്ടുകാരൻ ഏറ്റു പാടിയതുപോലെ, നമ്മുടെ ഈ പ്രിയ പിതാവും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് തിരിച്ചിട്ട് തൃപ്തിയായ ആണ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നത്. വളരെ ദീർഘനാളായി ഈ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഇരുന്ന് കമ്മിറ്റിക്കാരനായും കൈക്കാരനായിട്ടും ദീർഘനാളായിട്ട് സേവനമനുഷ്ഠിച്ച് മറ്റേത് സംഘടനകളും എല്ലാത്തിലും ഭാഗവാക്കായിരുന്ന പ്രിയ പിതാവ്, ഞാൻ എനിക്ക് ഇദ്ദേഹം കൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പറയും, ഇതിൻ്റെ ഓരോ കല്ലുകളും ഈ മതിൽക്കെട്ടുകളുടെ ഓരോ കല്ലുകളും വിട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ എത്തിയിരുന്നു എന്ന് പറയുന്നു. വളരെ കട്ടലുകളും ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ പണികളൊക്കെ നടന്നിരുന്നത്. അപ്പോഴും ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കെട്ടുപണികളെല്ലാം നോക്കി അവയെല്ലാം കൃത്യമായ രീതിയിൽ നിർവഹിച്ച ഒരു പ്രിയ പിതാവാണ്. സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിതാവായിരുന്നു. കുഞ്ഞിരിപ്പേട്ടിന് നമ്മുടെ സ്നേഹത്തോടെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും എല്ലാ കാര്യത്തിലും അദ്ദേഹം എല്ലാ കാര്യവും കൃത്യമായിട്ട് നിർവഹിച്ച് പൂർണ്ണ തൃപ്തിയോട് തന്നെയാണ് കടന്നു പോകുന്നത്. ദൈവസന്നിധിയിലേക്ക്, തിരുസന്നിധിയിലേക്ക്, തിരുസഭയിലേക്ക് ചേർക്കപ്പെട്ടത്. വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് സഭയ്ക്കും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് സഭയുടെ ജില്ലാ തലങ്ങളിലും മഹാനഗര തലങ്ങളിലുമുള്ള ശുശ്രൂഷകൾക്ക്
വളരെ സുദൃഢമായ അഭിമാനകരമായിട്ടുള്ള സംഭാവനകൾ നൽകിയത് ഈ തരത്തിൽ ഓർമ്മിക്കുകയും ഒരു കാര്യം നിസ്സംശയമായി പറയുന്നു, ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ഭാഗ്യത്തിനവർ വളരെ അനുഗ്രഹമുള്ള ഒരു മരണമാണ് ദൈവം ഈ പിതാവിനെ സമ്മാനിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് മക്കളെല്ലാവരും ഉണ്ടായിരുന്നു, കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പിതാവിന് വിശുദ്ധ സംസർഗം ഹോളി കമ്മ്യൂണിയൻ കൊടുക്കണം. അതൊക്കെ വരുമ്പോഴും വളരെ സുബോധമുള്ള മനസ്സോടെ അത് സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ അത് സ്വീകരിച്ചത് ഈ സമയത്ത് ഓർക്കുകയാണ്. കരുണയുണ്ടാകണമേ, സ്വർഗസ്ഥാനിയുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളെ പരീക്ഷിക്കപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. വിസ്താരത്തിൽ പ്രവേശിക്കരുതേ. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിവിടെ വിട്ടുപോകുന്ന ആത്മാക്കൾ നിന്നോട് വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നിന്ന് നീക്കപ്പെട്ട ശേഷം അങ്ങോട്ടുകൂടെ ആനത്തിലും ഭാഗ്യത്തിൽ ഇരിക്കുകയും ചെയ്യുന്നല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ ഈ പാപലോകരാശിയിൽ നിന്ന് പിടിപ്പാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നിക്കുന്നുണ്ട്. അങ്ങേക്ക് മനോഹരമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തുള്ള സത്യവിശ്വാസത്തെ മനുഷ്യരുള്ളവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും അങ്ങയുടെ എന്നേക്കുമുള്ള നിത്യമോദത്തിൽ സർവസമ്പൂർണ്ണതയും മോശം അംഗീകാരാണെന്നും നിലനിൽക്കപ്പെട്ടവരുടെ ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവന് വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിച്ചുള്ള വിശ്വസനായുടേക്കുമായി മരിക്കില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോൽ ബുദ്ധിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിത്യനമോർത്തിനുള്ളവനും അദർശനമായ രാജാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷിയായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ.
തെളിവാൻ കാൺമാനെത്ര ഭാഗ്യം. മരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. യാതൊരു മനുവേല കൊണ്ടും നിങ്ങൾ പോകാൻ സമ്മതിക്കരുതേ. പിതാവിന്റെ ഭൗതിക ശരീരത്തിൽ വിശ്രമത്തിനായിട്ട് ഈ ശവക്കല്ലറയെ നമുക്ക് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കാം. ശവക്കല്ലറുടെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് അപേക്ഷിക്കുന്നു. വളർന്നൊരു പാറയെ എന്നാരംഭിക്കുന്ന കീർത്തനം ഗായസംഘം പാടും. അത് ചേർന്ന് നമുക്ക് ചേർന്ന് പാടാം. ആ സമയത്ത് വളരെ സാവധാനത്തോടെ പ്രാർത്ഥനയോടെ അച്ചടക്കത്തോടെ കെട്ടി മുഖം മൂടി കെട്ടി അടച്ച് കയറ് ഇടാവണ്ണം അത് കൊളുത്തി
സമാധാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയദാസന്റെ ആത്മാവിനെ തന്നടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തി ദൈവത്തിന്റെ തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി കോഴിക്ക് കോഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്ക് നാം ഇവിടെ നിൽക്കുകയെ നമ്മുടെ നിത്യാവിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ
പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹയുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹയുടെ ശക്തി നിങ്ങൾ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹയുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായില്ല ഇപ്പോഴും നിങ്ങളെ പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തെ സേവനങ്ങളെ ഒരിക്കൽക്കൂടെ ഓർമ്മിച്ചുകൊണ്ട് നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത മേലുകാവ് ജില്ലാ ചെയർമാൻ റവറൻഡ് JSP മാമച്ചനുള്ള നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. PD ജോസഫ് അച്ഛനുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ചർച്ച കമ്മിറ്റി, കപ്പിയാഴ്ച, മറ്റ് കുടുംബവുമായി ബന്ധപ്പെട്ട ബന്ധുമിത്രാദികൾ, സ്വന്തക്കാർ, ഇവിടെ സമ്മേളിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ സെമിത്തിരിയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ രാത്രിയിലൊക്കെയും മൈക്കാൻ സമയ സഹോദരൻ, ആംബുലൻസ് ഓടിച്ച സഹോദരൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ലൈറ്റ് റിസർച്ച്മെന്റ് എല്ലാവർക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് പള്ളി അങ്കണത്തിൽ. ദയവായി എല്ലാവരും അതിൽ പങ്കുചേർന്ന് പോകാവൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. തുടർന്ന് ഉടൻ തന്നെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കും. സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു മടക്കയാത്ര ആശംസിക്കുന്നു. ഈ കുടുംബത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ ഒരു അനുഗ്രഹിക്കട്ടെ.